ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. ദൈവവിഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ ഉടയാടകൾക്കും ആഭരണങ്ങൾക്കും മഹാദേവ ക്രിയേഷൻസ്, ഓപ്പോസിറ്റ് വെന്നിക്കൽ ശിവക്ഷേത്രം, കൂത്തുകുളം, വലപ്പാട്. കയ്പമംഗലം ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി ആലോചനായോഗം ചേർന്നു. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ പേരിൽ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മളെ ഏത് തരത്തിൽ സഹായിക്കാൻ പറ്റും എന്നുള്ളതിന് ഒന്നാമത്തെ ചോദ്യം നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി പറയുന്ന ചോദ്യം ഞാൻ പ്രത്യേകം ഈ യോഗത്തിലേക്ക് കടന്നു വന്ന പ്രസിഡന്റിനെ പ്രത്യേകം നമുക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യില്ല. കാരണം ഇത് മാറി നിന്നില്ല. പ്രസിഡന്റ് നമ്മളൊപ്പം ഈ വിഷയത്തിലുണ്ട് എന്നുള്ളതിന്റെ തെളിവല്ല നമ്മൾ മുന്നിൽ പ്രസിഡന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ പഞ്ചായത്ത് നമുക്ക് എന്ത് ചെയ്തില്ല. രണ്ടാമത്തെ വിഷയം നമ്മളെ ബുക്കിട്ട് പറഞ്ഞ പ്രശ്നം 31-ാം തീയതി ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്ന തരത്തിൽ MLA ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇതിനു മുമ്പും ശേഷമൊക്കെ MLA എന്ന കാരണമായ അധികാരത്തിൽ ആ പറഞ്ഞ വാക്കുകളെ അതേ അർത്ഥത്തിൽ മാനിക്കുകയും നമ്മൾ അംഗീകരിക്കുകയും, പക്ഷേ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു യോഗം കൂടുതൽ നടക്കില്ല. ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആക്ഷൻ കൗൺസിൽ അംഗങ്ങളും പങ്കെടുത്തു. എന്തെങ്കിലും പറയാനുള്ളത് എന്ന് വെച്ചാൽ മുട്ടുന്യായം പറഞ്ഞ് ഇതിന് രക്ഷപ്പെടുന്ന ഒരവസ്ഥയാണ് ആള് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ പൊടിശല്യമായിട്ടും ഇതുപോലെ ഒരു മീറ്റിംഗ് കൂടിയിരുന്നു. അവിടെ നമ്മൾ ഇതുപോലെ കൂടി വാട്ടർ അതോറിറ്റിക്കാരും അവരെല്ലാവരും കൂടി വിളിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്ന് കുറച്ചു നേരം കണ്ടു. കാരണം ഇത് പണിയുന്നതിനനുസരിച്ച് പൊളിക്കുന്നതിനനുസരിച്ച് പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ റീസ്റ്റോറേഷൻ ചെയ്യാന്നുള്ള ഉറപ്പുമ്മലാണ് പഞ്ചായത്തിനോട് ഇവർ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ കോൺട്രാക്ട് ചെയ്യുന്നത് അങ്ങനെയല്ല. ആര് പറഞ്ഞു കഴിഞ്ഞാലും മത്സരിക്കാത്തൊരു വിധത്തിലാണ് ആള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എത്രയോ പ്രാവശ്യം മീറ്റിങ്ങുകളിലൂടെ നമ്മൾ കൂടിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് കാക്കത്തുറ്റി പള്ളിവളവുന്ന ഇവിടം വരെ ഞങ്ങള് എല്ലാവരും കൂടി എഞ്ചിനീയറും എല്ലാവരും കൂടി നടന്നതേ ഷറഫുണ്ട്. എല്ലാവരും കൂടി ഇവിടുത്തെ അവസ്ഥ നേരിട്ട് PWDയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരിട്ട് വാട്ടർ അതോറിറ്റിയുടെ ആളെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഞങ്ങൾ ഈ അറ്റം വരെ RCUP സ്കൂൾ വരെ നമ്മൾ കൊണ്ടുവന്ന് നടന്ന് കാണിച്ചു. വണ്ടിയിൽ പോരില്ല, നടന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവരും നമ്മൾ ചെയ്തതിന് മുന്നോട്ട് പോകുന്നു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് അടിയന്തര പരിഹാരം ആവശ്യപ്പെടും. ജൂലൈ 31-ന് MLAയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടക്കുമെന്നും ആ യോഗത്തിൽ പ്രശ്നപരിഹാരത്തിന് വ്യക്തമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അറിയിച്ചു. തുടർന്നുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. അതിന് നമ്മളെല്ലാവരും കൂടി ഒറ്റക്കെട്ടാവും. ഇതിന് രാഷ്ട്രീയവും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. അത് മനസ്സിലായ നാട്ടിൽ റോട്ടിന് പന്തൽ വെച്ച് കെട്ടിക്കൾ സമരം ചെയ്യണമെങ്കിൽ അങ്ങനെ വേണ്ടി വരും. അപ്പോൾ അതിന് എല്ലാവരും പിന്മാറരുത്. ഇതിൽ ഇടപെടുന്നവരെ ഒറ്റപ്പെടുത്തരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഇപ്പൊ പരസ്പരം അങ്ങോട്ടൊന്നും പഴിയാറിയിട്ട് കാര്യമില്ല. പറഞ്ഞു മനസ്സിലായ എന്തായിരുന്നാലും പഞ്ചായത്തിന്റെ അനുവാദം അല്ലാണ്ട് ഇവിടുന്ന് കടന്നു പോണ റോഡ് പൊളിക്കാനൊന്നും പഞ്ചായത്ത് അനുവാദം കൊടുക്കാൻ പറ്റൂല. അത് ഞാൻ തീർത്തു പറയുന്നേ. ആലോചനാ യോഗത്തിൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങളായ അനസ് അബൂബക്കർ, ഹുസൈൻ ബുറാഖ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ അനസ്, പഞ്ചായത്ത് അംഗങ്ങളായ അൻസമോൾ, PM സൈനുദ്ദീൻ, ലുബ്ന ജിനു, രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, വിവിധ രാഷ്ട്രീയ കക്ഷികളെ പ്രതിനിധീകരിച്ച് CJ പോൾസൺ, PA അബൂബക്കർ, നൌഷാദ് കില്ലാടി, CPT പ്രതിനിധികളായ PA നസീർ, നാസർ ചളിങ്ങാട്, മഹല്ല് കമ്മിറ്റിക്ക് വേണ്ടി ഉസ്മാൻ ഹാജി, മദ്രസ കമ്മിറ്റിക്ക് വേണ്ടി P ഷംസുദ്ദീൻ, PA ജബ്ബാർ, PM അബ്ബാസ്, PM അബ്ദുൾ മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. ഞങ്ങളുടെ സേവനങ്ങളിൽ ഗോൾഡ് ലോൺ, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, മോർഗേജ് ലോൺ, ബിസിനസ് ലോൺ, ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടുന്നു.
നിങ്ങളുടെ സമ്പാദ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താൻ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ഭാവി സുദൃഢമാക്കൂ. കേരളം, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായി 50-ൽ പരം ബ്രാഞ്ചുകൾ, 750-ലധികം പ്രൊഫഷണൽ ടീം, 1000 കോടി രൂപയുടെ ടേൺ ഓവർ. നിങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഞങ്ങളെ ബന്ധപ്പെടാനുള്ള ടോൾ ഫ്രീ നമ്പർ 1800 123 0625.